ആനന്ദഭരിതമായിട്ടുള്ള സന്തോഷഭരിതമായിട്ടുള്ള ഈ ഒരു രാവിലേക്ക്, ഈ സ്നേഹ കൂട്ടായ്മയിലേക്ക് എന്നെയും കൂടെ കൂട്ടിയതിലുള്ള അനൽപമായ സന്തോഷം ആദ്യം ഞാൻ രേഖപ്പെടുത്തട്ടെ. സന്തോഷത്തിന് മറ്റു ചില കാരണങ്ങളും കൂടെ ഉണ്ട്. എന്നെ അറിവിൻ്റെ തോന്നിയക്ഷരങ്ങൾ പഠിപ്പിച്ച തോമസ് പണിക്കർ സാറും PS അബ്രഹാം സാറും ഈ സഭയിലെ അംഗങ്ങളാണ് എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. സാഹോദര്യത്തിൽ ഒരിക്കൽ കൂടെ അടിവരയിട്ട് പറയട്ടെ, സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും തോന്നിയക്ഷരങ്ങൾ ഒരിക്കൽ കൂടെ എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ കോറിയിട്ട എൻ്റെ ആത്മസുഹൃത്തായ ഒരാളുടെ ഭാര്യ മിനി ഈ സദസ്സിലുണ്ട് എന്നുള്ളതും എനിക്കേറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഈ സദസ്സിലേക്ക് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഈ ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തു പോയത്, എല്ലാ ഗാനങ്ങളും, എല്ലാ വചനങ്ങളും, വചനദീപവും നമ്മളെ നയിക്കുന്നത് ഓരോ വഴികളിലേക്കാണ്. ഞാൻ ഓർത്തുപോയത്, ഞാൻ വളരെ കുഞ്ഞുനാളുകളിൽ വായിച്ച ചാൾസ് ഡിക്കൻസിൻ്റെ ഒരു നീണ്ട കഥ, ലഘു നോവൽ എന്ന് വിളിക്കാവുന്ന ഒരു നീണ്ട കഥയുണ്ട്. ക്രിസ്മസ് കരോൾ എന്ന പേരിൽ പ്രശസ്തയായിട്ടുള്ള നീണ്ട കഥയാണ്. ഒരു നോവലിൻ്റെ അത്രയും ദൈർഘ്യമൊന്നുമില്ല. ഒരാൾ എബനീസർ സ്ക്രൂജ് എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന ഭാവമാറ്റങ്ങൾ, രൂപമാറ്റങ്ങൾ, വളരെ ലുബ്ധനും ദുരാഗ്രഹിയുമായിട്ടുള്ള ഒരാളുടെ പരിവർത്തനം, അത് മറ്റ് ചില തലങ്ങളിലേക്കുള്ള, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല സമയത്തിൻ്റെ ഇത് കാരണം, അവസാനം ഒരു നല്ല ക്രിസ്ത്യാനിയായിട്ട് മാറിയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഉദ്വേഗമാർന്ന ഒരു കഥയാണ് ചാൾസ് ഡിക്കൻസ് അന്ന് എഴുതിയത്. അതെന്നെ ഗാഢമായിട്ട് സ്പർശിച്ച, ഡേവിഡ് കോപ്പർഫീൽഡ് പോലുള്ള മനസ്സിനെ ഒരുപാട് വിഷമിപ്പിക്കുന്ന കൃതികൾ എഴുതിയ ചാൾസ് ഡിക്കൻസ് എന്ന സാഹിത്യകാരൻ എഴുതിയ വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു കൃതിയായിട്ടാണ് ക്രിസ്മസ് കരോളിനെ ഞാൻ തിരിച്ചറിയുന്നത്. ക്രിസ്മസ് കരോളിൻ്റെ ചരിത്രം തീർച്ചയായിട്ടും വിശ്വാസ സമൂഹത്തിനോട് പറയേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ ഈ ഭക്തിഗാനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന, ജനകീയമാക്കുന്ന ഒരു പ്രക്രിയ തുടങ്ങിയിട്ട് ഏറെ നൂറ്റാണ്ടുകളായിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് ചില ഈ ആരാധനാലയങ്ങളുടെ ഉൾത്തടങ്ങളിൽ മാത്രം നിന്ന ഗാനങ്ങൾ ജനങ്ങളുടെ ഗാനങ്ങളായിട്ട് ഏറ്റെടുക്കുകയും കർത്താവിൻ്റെ മഹത്വം രേഖപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ ഈ ഗാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കേട്ട ഒട്ടനവധി മധുരതരമായിട്ടുള്ള വാക്കുകളുണ്ട്. ഓരോ വാക്കുകളും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഉത്തുംഗങ്ങളെയാണ്, കൊടുമുടികളിലേക്കാണ്. വചനദീപം, കനിവിൻ്റെ മിഴികൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ വാതിലുകൾ തുറക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നത്തെ ക്രിസ്മസ് സന്ദേശം പുൽക്കൂടുകൾ പണിയുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിലുള്ള യേശു പിറന്നു എന്ന് വിശ്വസിക്കുന്ന പുൽക്കൂട് ഉള്ള ബെത്ലഹേമിൽ ഔദ്യോഗിക ആവശ്യത്തിനും അനൗദ്യോഗിക ആവശ്യങ്ങൾക്കും പലതവണ കയറിയിറങ്ങി നടന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ഐക്യരാഷ്ട്രസഭയുടെ സംഘ തലവനായിട്ട്, യുണൈറ്റഡ് നേഷൻ മിഷൻ്റെ സംഘത്തലവനായിട്ട്, പാലസ്തീൻ്റെ റീബിൽഡ് ആൻഡ് റീസെറ്റിൽമെൻറ്റ് പദ്ധതിയുടെ തലവനായിട്ട് ഞാൻ അനവധി തവണ പാലസ്തീനിൽ പോയിട്ടുണ്ട്. ആദ്യമായിട്ട് പാലസ്തീനിൽ പോയ കഥ നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ എന്നെനിക്കറിയാം. ഞാൻ കൊച്ചിലെ ബാല്യകാലത്ത് യേശുവിൻ്റെ അത്ഭുത കൃത്യങ്ങൾ മാത്രം കേട്ട് വളർന്ന ഒരാളാണ്. അതിനേക്കാൾ അപ്പുറം ഗഹനമായിട്ടുള്ള ഒരു പാഠവും ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ വളർന്നത് ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണെന്നും ഞാൻ ഓർത്തെടുക്കുന്നുണ്ട്. നമ്മൾ സർവേശ്വരനെ എങ്ങനെയാണ് ഉദാഹരിക്കുന്നത്? 3 വചനങ്ങളിലൂടെയാണ്
നമ്മൾ സർവേശ്വരനെ നമ്മൾ ഉദാഹരിക്കുന്നത്. ഒന്ന്, മലയാളത്തിൽ ഞാൻ ആദ്യം പറയാം. സർവശക്തനായിട്ടുള്ള, സർവജ്ഞനായിട്ടുള്ള, സർവവ്യാപിയായിട്ടുള്ള ആണ് ഈശ്വരൻ, കർത്താവ്, കാരണമറിയുന്നവൻ എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഓംനി പ്രസൻറ്റ്, ഓംനിസിയൻറ്റ് ആൻഡ് ഓംനി പൊട്ടൻറ്റ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കുകളിലൂടെയാണ് നമ്മളെപ്പോഴും നമ്മൾ ഭഗവാനെ കാണുവാനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് തിരുവല്ലയിലെ ഒരു പള്ളി പരിസരത്താണ് ഞാൻ വളർന്നു വന്നത്. ഞാനന്ന് ഒരു ആർക്കിടെക്റ്റ് ആവുമെന്നോ വാസ്തുശില്പി ആവുമെന്നോ എൻ്റെ ജീവിതത്തിൽ കരുതിയിരുന്നില്ല. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ സമൂഹം മുഴുവൻ പള്ളികളിൽ പോയിട്ട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ഒരു പൂർവ്വകാലമുണ്ടായിരുന്നു. എൻ്റെ വീടിന് തൊട്ടടുത്താണ് നിരണം പള്ളി. നിരണം പള്ളിയിലും ഞങ്ങളുടെ അന്ന് പണിഞ്ഞുകൊണ്ടിരുന്ന ഈ മാർത്തോമാ സഭയുടെ മറ്റൊരു വിഭാഗത്തിൽ പണിഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങളുടെ തിരുവല്ലയിലെ കുരിശൻമൂട്ടിലുള്ള വട്ടത്തിലുള്ള ഒരു പള്ളി ഉണ്ടായിരുന്നു. അന്നൊരു സായിപ്പാണ് പണിഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് ഈ സായിപ്പ് ആരാണെന്ന് എനിക്കറിയില്ല. അവിടെ സായിപ്പ് പണിഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ കൂതാശയൊക്കെ കഴിഞ്ഞ് ആ പള്ളിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചിരുന്ന ഒരു ബാല്യകാലം. അന്ന് പരിമിതമായ ആവശ്യങ്ങളേ ഉള്ളൂ. പരീക്ഷയ്ക്ക് പാസ്സാവണം, അച്ഛനമ്മ വഴക്ക് പറയരുത് എന്നൊക്കെയുള്ള പരിമിതമായ ആവശ്യങ്ങളുമായിട്ട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആ ദേവാലയ പരിസരം ഞാൻ ഓർത്തെടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ, ഈ അദ്ദേഹത്തിൻ്റെ പ്രഭാവം, ഈശ്വരൻ്റെ പ്രഭാവം നമ്മളിലേക്ക് പ്രസരിപ്പിക്കുന്ന രീതിയിൽ, നമ്മളെ മുട്ടുകൊത്തിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു കെട്ടിടം പണിയാമോ എന്നുള്ളൊരു അന്വേഷണം എന്നെ കൗതുകകരമായിട്ടുള്ള അന്വേഷണങ്ങളിലേക്ക് നയിച്ചു എന്നുള്ള ഈ കെട്ടിടത്തിൻ്റെ അപാരത, അങ്ങനെ തന്നെ പറയട്ടെ. ആ കെട്ടിടത്തിൻ്റെ അപാരത മാത്രമല്ല, അഗാധത, പ്രൊഫോണ്ടിറ്റി, അത് രണ്ടും നമ്മൾ മുട്ടുകൊത്തിക്കും. ഈശ്വരൻ്റെ സാന്നിധ്യം നമ്മളെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഒരു ദേവാലയ നിർമ്മിതി അങ്ങനെ ആവണം എന്ന് ഞാൻ കരുതുന്നു. നമ്മളെല്ലാവരും ചെറിയൊരു ആഗ്രഹങ്ങൾ, ദുരാഗ്രഹങ്ങൾ, പ്രിട്ടൻഷൻസ്, ഒരുപാട് അഹങ്കാരമായിട്ട് ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ആരുമല്ല എന്നും നമ്മുടെ ഈഗോസ് ആൻഡ് പ്രിട്ടൻഷൻസ് ഒന്നുമല്ല എന്നും ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ കുഞ്ഞാടുകൾ മാത്രമാണെന്നും ദേവാലയ പരിസരം തീർച്ചയായിട്ടും ബോധ്യപ്പെടുത്തണം എന്ന് ഞാൻ കരുതുന്നു. ആ ഒരു ദേവാലയ പരിസരത്തിൻ്റെ ഒരു സാന്നിധ്യത്തിലാണ് ഞാൻ വളർന്നു വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിൽക്കാലത്ത് എൻ്റെ ജീവിതത്തിൽ ഒരു ആർക്കിടെക്റ്റ് ആകുവാനായിട്ട്, പ്രത്യേകിച്ച് നിസ്വരുടെയും പാവപ്പെട്ടവരുടെയും കൂടെ കൈപിടിച്ച് നടത്തുവാനായിട്ടുള്ള ഒരു യോഗ്യമായ വഴിയിലേക്ക് ഞാൻ നടക്കുവാൻ കാരണം ഒരൊറ്റ കാരണമാണ്. ആ ഒരു കാരണം നിങ്ങളോട് പങ്കുവയ്ക്കാതിരിക്കാനൊക്കില്ല. ഞാൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ എബ്രഹാം സാറിൻ്റെയും തോമസ് പണിക്കർ സാറിൻ്റെയും ഒക്കെ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഒരിക്കൽ മതപരിവർത്തനത്തിൻ്റെ പേരിൽ ഒരു ആർമി ഓഫീസർ എഴുതിയ ഒരു ജീവചരിത്ര ഗ്രന്ഥമുണ്ടായിരുന്നു. ഈ മദർ തെരേസയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി അതിനിശ്ചിതമായിട്ട് വിമർശിച്ച ഒരു പുസ്തകമുണ്ടായിരുന്നു. ഞാൻ ഇത് ശരിയാണോ അല്ലയോ എന്നറിയാനായിട്ടുള്ള ഒരു ജിജ്ഞാസയോട്, കൗതുകത്തോടു കൂടി ഞാൻ കൽക്കട്ടയിൽ, അന്ന് ഇത്രയും സൗകര്യമൊന്നുമില്ലല്ലോ, കൽക്കട്ടയിൽ തീവണ്ടി കയറി വളരെ ദീർഘദൂരം യാത്ര ചെയ്ത് കൽക്കട്ടയിലേക്ക് പോവാണ്. എൻ്റെ പരിമിതമായ ഒരു ലക്ഷ്യം, ഇത് ശരിയാണോ അല്ലയോ എന്ന്. മദർ തെരേസ എനിക്ക് വിശ്വാസമില്ലായിരുന്നു. ഇത് പരിവർത്തനത്തിന് വേണ്ടി വന്ന ഒരു അൽബേനിയൻ മിഷണറി ആണെന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയിൽ, മൗഢ്യത്തിൽ ഞാൻ അവിടെ ചെല്ലുകയായിരുന്നു. കാണാനൊക്കുന്നില്ല. ചാരിറ്റി ഓഫ് സിസ്റ്റേഴ്സിൻ്റെ ആസ്ഥാനത്ത് പോയി. പറഞ്ഞ് നിങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇത്ര ദൂരത്തിൽ നിന്ന് വരികയാണ്, എനിക്ക് മദർ തെരേസ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അത് അങ്ങനെ കാണാനൊക്കുന്നൊരിതല്ല. മദർ തെരേസ വളരെ തിരക്കുള്ള ഒരാളാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ദീർഘമായിട്ട് പ്രാർത്ഥിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും മറ്റൊരുപാട് കാര്യങ്ങൾ വ്യാപൃതമാണ്. അപ്പോൾ കാണാനൊക്കില്ല എന്ന്. പക്ഷെ ഒരു കാര്യം എന്നോട് കനിവ് തോന്നിയ ഒരു സിസ്റ്റർ പറഞ്ഞു, എല്ലാ ദിവസവും വൈകുന്നേരം കൽക്കട്ടയുടെ ചേരി പ്രദേശത്തുള്ള ഒരു വൃദ്ധസദനത്തിൽ മദർ തെരേസ കടന്നു വരും. ആ വഴിയിൽ നിന്നാൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മദർ തെരേസയെ കാണാമെന്ന് പറഞ്ഞു. ആ വഴിയിൽ ഞാൻ ഒരു ദിവസം കാത്തു നിന്നു, കാണാനെത്തില്ല. പിറ്റേ ദിവസം അതേ സമയത്ത് ഞാൻ അവിടെ കാത്തു നിൽക്കുകയാണ്. ഞാൻ ഒരുപാട് സംശയങ്ങൾ മനസ്സിനകത്ത് ബാക്കി വെച്ചിട്ടാണ് മദർ തെരേസ കടന്നു വരുന്നു നോക്കുന്നത്. മദർ തെരേസ കടന്നു വരുന്നു. വേറെ മാലാഖമാർ, അങ്ങനെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി മാലാഖമാരെ പോലെ കുറേ തൂവെള്ള വസ്ത്രമണിഞ്ഞ വസ്ത്രധാരികളുടെ ഇടയിൽ കൂടെ മദർ തെരേസ കടന്നു വരികയാണ്. എനിക്കവിടെ നിൽക്കാനൊക്കാത്ത രീതിയിലുള്ള
മരണത്തിൻ്റെ രൂക്ഷഗന്ധമുള്ള ഒരു ആശുപത്രി പരിസരമാണ്. സർക്കാരിൻ്റെ ഒരു ആശുപത്രിയാണ്. മരണത്തിൻ്റെ രൂക്ഷഗന്ധമുള്ള ഒരു ആശുപത്രി വരാന്തയിലൂടെ മദർ തെരേസ പുഞ്ചിരി തൂകി കടന്നു വരികയാണ്. മദർ തെരേസ കടന്നു വരുന്നത് ഞാൻ കാണുന്നുണ്ട്. ഈ നമ്മൾ ഒരുപക്ഷെ അറയ്ക്കുന്ന, നമ്മൾ അടുത്ത് നിൽക്കാൻ അറയ്ക്കുന്ന രോഗികളുടെ അടുത്ത് ചെന്ന് കൈമുത്തുന്ന മദർ തെരേസ ഇപ്പോഴും എൻ്റെ മനസ്സിനകത്ത് ജീവനായിട്ടുള്ള സ്മരണയായിട്ട് നിൽപ്പുണ്ട്. കൈമുത്തുന്നത് മാത്രമല്ല, തൊട്ടടുത്ത് നഴ്സുമാരെ കൊണ്ടുവന്ന് പഞ്ഞിയൊക്കെ കൊണ്ടുവന്ന് മുറിവുകളൊക്കെ മരുന്ന് പുരട്ടുകയൊക്കെ ചെയ്യുന്ന, സാന്ത്വനത്തിൻ്റെ മരുന്നുകൾ പുരട്ടുന്ന ഒരു മഹതിയെ ഞാൻ ഓർത്തെടുക്കണം. ഇങ്ങനെ നടന്ന് വന്നപ്പം എൻ്റെ മനസ്സിനകത്തുള്ള ഓരോ പടി വെച്ച് എൻ്റെ ഹൃദയത്തിലേക്ക് നടന്നു വരുമ്പോൾ എൻ്റെ സംശയങ്ങൾ ചോദിക്കാൻ എനിക്ക് ബാക്കിയൊന്നുമില്ലായിരുന്നു. ഞാൻ അവസാനം ഇടനാഴിയുടെ അവസാനം ചെന്ന് മദർ തെരേസയോട് ഞാൻ പറഞ്ഞു, മദർ, ഞാൻ ഇത്ര ദൂരം ഒരുപാട് സംശയങ്ങൾ ബാക്കി വെച്ചിട്ടാണ് വന്നത്. കേരളത്തിൽ നിന്ന് വന്ന ഒരാളാണ്. പക്ഷേ എനിക്കിപ്പോൾ സംശയമൊന്നുമില്ല. മദർ ഒരു 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 ഫേവർ എനിക്ക് വേണ്ടി ചേരണം. മദറിൻ്റെ കൈമുത്തുവാനായിട്ടുള്ള ഒരവസരം തരണം തന്നു. ആ മുത്തം എനിക്ക് തന്നത് ജീവിതത്തിലേക്കുള്ള വലിയ ദിവ്യപ്രകാശമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്ന ഒരു നിമിഷമാണിത്. കാരണം നമ്മൾക്കെല്ലാം പ്രിയങ്കരനായിട്ടുള്ള കാത്തലിക് ഫിലോസഫിയുടെ റൈറ്ററായിട്ടുള്ള പാവലോ കൊയ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരനുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മുറിവുകളിലൂടെയാണ് ദിവ്യപ്രകാശം കടന്നു വരുന്നതെന്ന്. അത് അക്ഷരാർത്ഥ്യത്തിൽ ഞാൻ നേരിട്ട് അനുഭവിച്ച അതായിരുന്നു മദർ തെരേസയുടെ ഈ ഒരു കണ്ടുമുട്ടലും അഭിമുഖവും ഒക്കെ തന്നെ. അത് തീർച്ചയായിട്ടും വിശ്വാസ സമൂഹത്തോട് എന്നോട് അടുപ്പിക്കുകയും പിന്നീടുള്ള പിൽക്കാല ജീവിതം മുഴുവൻ ക്രിസ്ത്യൻ വാല്യൂസ് അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അത്ഭുതകരമായിട്ട് ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഏറ്റവും അവസാനം നടന്ന 2 കാര്യങ്ങൾ മാത്രം വളരെ ചുരുക്ക സമയത്തിൽ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എനിക്ക് ഈയിടെ ഉണ്ടായതല്ല, ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അതീവ ഗുരുതരമായിട്ടുള്ള മറ്റൊരു രോഗാവസ്ഥയുണ്ടായിരുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥയാണ്. ഞാൻ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്. കാരണം ന്യൂറോ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്യൂമർ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾക്കെല്ലാം അറിയാം, ഇത് ഈ ന്യൂറോ സയൻസസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വളർന്നിട്ടില്ലാത്ത, വികസിച്ചിട്ടില്ലാത്ത ഒരു ശാസ്ത്രശാഖയാണ്. അപ്പോൾ ഈ തലച്ചോറിനകത്ത് എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളത് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചെൻ്റെ തലയൊക്കെ വെട്ടിമുറിച്ച് എൻ്റെ സ്കറിലൊക്കെ ഒരു ഭാഗം മാറ്റിയിട്ട് അവർക്ക് സർജറി എന്നൊക്കെയുള്ള ധാരണയിൽ നിൽക്കുകയാണ്. അപ്പോൾ ആകെ വിഷണ്ണനായിട്ട് നമുക്ക് ജീവിതത്തിലോടുള്ള ലസ്റ്റ് ഫോർ ലൈഫ് ഓൺ വൺ സൈഡ് എപ്പോഴും നമുക്ക് ബാക്കിയുണ്ടല്ലോ, ഒരു ആസക്തി ഉണ്ടല്ലോ, എനിക്ക് കാത്തിരിക്കുകയാണ്. അന്ന് രാവിലെ എന്നെ ഈ ഗൗണൊക്കെ ഇടിയിച്ച് ഓപ്പറേഷൻ തിയേറ്റർ തൊട്ട് മുമ്പ്, ഞാൻ പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു തിരുമേനി എന്നെ ഫോണിൽ വിളിക്കുകയാണ്. തിരുമേനി എന്നോട് പറഞ്ഞു, കർത്താവിൻ്റെ അത്ഭുത കരങ്ങൾ ഈ ഡോക്ടറിൻ്റെ കയ്യിലൂടെ പ്രവർത്തിക്കും, നിനക്ക് അത്ഭുത സൗഖ്യം കിട്ടും, കാരണം നീ മനുഷ്യരാശിക്ക് വേണ്ടപ്പെട്ടവനാണെന്ന് പറഞ്ഞ ഒരു തിരുമേനിയുടെ മധുരവചനം ഓർക്കാതിരിക്കാൻ വയ്യ. അത്രമേൽ മാനസിക അസ്വസ്ഥത നേരിടുന്നൊരു സമയത്ത് ഒരു മധുരഗാനം പോലെ, ഒരു കരോൾ ഗീതം പോലെ എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുള്ള മധുരവചനമായിരുന്നു. കർത്താവിൻ്റെ അത്ഭുത കരങ്ങൾ ഡോക്ടറിൻ്റെ കയ്യിലൂടെ പ്രവർത്തിക്കും, നിനക്ക് അത്ഭുത സൗഖ്യം കിട്ടും, നീ മനുഷ്യരാശിക്ക് വേണ്ടപ്പെട്ടവനാണ്. തിരുമേനിയുടെ വാക്കുകൾ കേട്ടിട്ട് സമാധാനമായിട്ട് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നടക്കുകയാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ എന്നെ തള്ളിക്കൊണ്ടുപോവുകയാണ് സ്ട്രെച്ചറിൽ. അവിടെ ചെന്നപ്പോൾ എൻ്റെ ഡോക്ടർ നിൽക്കുകയാണ്, പച്ച മാസ്കൊക്കെ ഇട്ട്, ഈ തലമുടി ഈ കാണാത്ത രീതിയിൽ പച്ച ഇതൊക്കെ യൂണിഫോമൊക്കെ ഇട്ട് ഡോക്ടർമാരുടെ സംഘം നിൽക്കുകയാണ്. ഞാൻ ആ ഡോക്ടറിൻ്റെ സംഘത്തിലൂടെ കിടന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, ഡോക്ടർ, യു ഹാവ് ടു ടേക്ക് സ്പെഷ്യൽ കെയർ ഓഫ് മീ എന്ന് പറഞ്ഞു. നമ്മുടെ മനുഷ്യൻ്റെ ജീവനല്ലേ, യു ഹാവ് ടു ടേക്ക് സ്പെഷ്യൽ കെയർ ഓഫ് മീ എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞൊരു വാക്ക്, ആ വാക്കിൻ്റെ അത്ഭുതത്തിൽ ഞാൻ സർജറിയുടെ വേദന അറിഞ്ഞിട്ടില്ല എന്നും ഞാൻ സാക്ഷ്യം പറഞ്ഞോളൂ. എന്താണ് പറഞ്ഞത്? ശങ്കർ, ദൈവത്തിനോട് പ്രാർത്ഥിക്കൂ. ഹീസ് ദി പേഴ്സൺ ഹൂ ഡസ് ദി സർജറി, ഹി വിൽ ആക്ട് ത്രൂ മൈ ഹാൻഡ്സ്. ഐ എം എ മ്യൂട്ട് സ്പെക്ടേറ്റർ. ഡോക്ടർ എന്നോട് പറയാണ്, ഐ എം എ മ്യൂട്ട് സ്പെക്ടേറ്റർ, ഞാൻ ഒരു കാഴ്ചക്കാരൻ മാത്രമാണ്. ഹീസ് ദി പേഴ്സൺ ഹൂ വിൽ ഡു ദി സർജറി, ഹീ വിൽ ആക്ട് ത്രൂ മൈ ഹാൻഡ്സ്. പദാനുപദ തർജ്ജമ. കർത്താവിൻ്റെ അത്ഭുത കരങ്ങൾ ഡോക്ടറിൻ്റെ കയ്യിലൂടെ പ്രവർത്തിക്കും, നിനക്ക് അത്ഭുത സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. ഹീ വിൽ ആക്ട് ത്രൂ മൈ ഹാൻഡ്സ്. ഐ എം എ മ്യൂട്ട് സ്പെക്ടേറ്റർ ശങ്കർ, സോ പ്രേ ടു ഹിം എന്ന് പറഞ്ഞ ഡോക്ടറിൻ്റെ ഈ വാക്കുകളുടെ അത്ഭുതകരമായ സാമ്യത്തിൽ ഞാൻ വേദന അറിഞ്ഞിട്ടില്ല. അങ്ങനെ രക്ഷപ്പെട്ടു പോയി. ഈയിടെ ഏകദേശം കുറേ ആഴ്ചകൾക്ക് മുമ്പ് മറ്റൊരു
രോഗാവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോഴും വളരെ അത്ഭുതകരമായിട്ടൊരു കാര്യം നടന്നു. അത്ഭുതകരം എന്ന് വെച്ചാൽ ഞാൻ തിരിച്ചറിയുന്നില്ല, എനിക്ക് സ്ട്രോക്ക് വരുന്നു എന്ന് തിരിച്ചറിയുന്നില്ല. എൻ്റെ ഒരൊറ്റ വാക്കിൻ്റെ ഉച്ചാരണ ശക്തി ശരിയാവാത്തത് കൊണ്ട് എൻ്റെ ഭാര്യ പറയുന്നു, കാറ് തിരിക്കാൻ പറയുന്നു. കോന്നിയിലാണ് കാറ് തിരിക്കാൻ പോയപ്പം തൊട്ടടുത്ത്, ഇപ്പോൾ ഏത് ക്ലിനിക്കുണ്ടെന്നറിയില്ല, തൊട്ടടുത്തൊരു ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ഒരു ക്ലിനിക്കുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു കന്യാസ്ത്രീയാണ് ഇറങ്ങി വന്നത്. ആ കന്യാസ്ത്രീ ഒരു സ്റ്റെതസ്കോപ്പൊക്കെ ഇട്ട്, എനിക്ക് നേഴ്സാണോ ഡോക്ടറാണോ എന്ന് തിരിച്ചറിയാനൊക്കാത്ത ഒരു രീതിയിലുള്ളൊരു വേഷധാരണത്തോടുകൂടി ഒരു വളരെ യങ് ലേഡി കമ്മിങ് ടു മീ. അവരെൻ്റെ കൈ പിടിച്ച് പറഞ്ഞു, അപ്പം എനിക്കറിയില്ല, അപ്പം എൻ്റെ കൈ പിടിച്ച് അപ്പോഴും പറഞ്ഞു, കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ, എപ്പോഴും നിങ്ങൾക്കുണ്ടാവും എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ ന്യൂറോ സ്പെഷ്യാലിറ്റിയിലേക്ക് പോകണം, ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യമില്ല, ഒറ്റ ഡോക്ടർ ഒരു ആശുപത്രിയാണ്, എത്രയും പെട്ടെന്ന് ന്യൂറോ സർജറി തരുന്ന ഒരു ഫെസിലിറ്റേഷനിലേക്ക് പോകണം, കാരണം ഗുരുതരമായി കൊണ്ടിരിക്കുകയാണ് എന്ന് എൻ്റെ ഭാര്യയുടെ വിസ്പർ ചെയ്യുകയും ഒരു 20 മിനിറ്റ് കൊണ്ട് ഒരു ന്യൂറോ സ്പെഷ്യാലിറ്റിയിൽ എത്തുകയും ചെയ്യുന്നതൊക്കെ ഈ ശേഷകൃതിയാണ്. അതിനേക്കാൾ അത്ഭുതകരമായിട്ടുള്ള കാര്യം ഒരു യാത്രയാണ്, ബെത്ലഹേമിലേക്കുള്ള യാത്രയാണ്, ഈ യേശുവിൻ്റെ നാട്ടിലേക്കുള്ളൊരു യാത്രയാണ്. ഞാൻ അതിനൊട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. ആ യാത്രയാണ് സംഭവിച്ചത് അത്ഭുതകരമായ കാര്യം. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാൻ ആ വഴിത്താരകളിലൊക്കെ സന്ദർശിച്ച് വാസ്തുശില്പിക്കൊരു പ്രശ്നമുണ്ട്. ഞങ്ങളെ പരിശീലിപ്പിക്കുന്നത് ഈ ദ്വിമാന രൂപങ്ങളെ ത്രിമാന രൂപങ്ങളായിട്ട് മാറ്റാനായിട്ടുള്ള. അപ്പോൾ യേശുവിൻ്റെ യാതനാഭരിതമായിട്ടുള്ള എല്ലാ യാത്രകളും അത് മനസ്സിനകത്ത് മുറിവേൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ കടന്നുപോയത്. ആ യാത്രകളിലൊക്കെ ഞങ്ങളുടെ ഈ ഭാഷയിൽ പറയും, ഈ വഴികളെല്ലാം ദുർഘടമായ വഴികൾ കാലിക്ക് ഈ മെത്തയാണെന്ന് പറയും. ആ സഹനയാത്രയുടെ നടന്ന സഹനയാത്രയുടെ സിനായി മരുഭൂമിയിലൂടെ യേശു നടന്ന പല വഴികളിലൂടെ, ജെറുസലേമിലെ വഴികളിലൂടെ ഒക്കെ ഞാൻ ഈ നഗ്നവാദനായിട്ട് നടന്നിട്ടുണ്ട് എന്ന് അത്ഭുതത്തോടെ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ആത്മീയ അനുഭവം ആ ഒരു പള്ളി പരിസരത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാസ്തുശില്പിയുടെ ഒരു ദുര്യോഗമുണ്ട്. പിലാത്തസ് യേശുവിന് കുരിശുമരണം വിധിക്കുകയാണ്. കുരിശുമരണം വിധിക്കുമ്പോൾ ഈ ചട്ടയണിഞ്ഞ റോമൻ പട്ടാളക്കാർ ഒരു ഭാഗത്ത്, വേലിക്കപ്പുറം വിശ്വാസികളുടെ മറുഭാഗത്ത്, വേലിക്കപ്പുറം ആയിരക്കണക്കിന് വിശ്വാസികൾ നിൽക്കുകയാണ്. അവർ വേലിക്കപ്പുറമാണ്, അവരെ അടുക്കാൻ സമ്മതിക്കുന്നില്ല. കാരണം യേശുവിന് ചുറ്റും രണ്ട് കള്ളന്മാരുടെ സാന്നിധ്യത്തിൽ, കള്ളന്മാരുടെ സാന്നിധ്യത്തിൽ യേശുവിൻ്റെ ചുറ്റും റോമൻ പട്ടാളക്കാരാണ്, പടച്ചട്ടയണിഞ്ഞ റോമൻ പട്ടാളക്കാരാണ്. പിലാത്തസ് മരണവിധി വിധിക്കുകയാണ്. കർത്താവിൻ്റെ തോളിൽ ഒരു വലിയ മരക്കുരിശ് കൊടുക്കുകയാണ്, ഭാരമേറിയ മരക്കുരിശ് കൊടുക്കുകയാണ്. കർത്താവിനെ താങ്ങാനൊക്കുന്നില്ല. ഈ മുൾക്കിരീടം സ്ഥാപിക്കുന്നു. എന്നിട്ട് വയാ ഡൊളോറസ് എന്ന പോലെ കുരിശിൻ്റെ വഴിയിലേക്ക് നടക്കുന്നു. അവിടെ ചെറിയ ദൂരമാണത്. വയാ ഡൊളോറസ് എന്ന പറഞ്ഞ ഒരു കുന്നിൻ്റെ നെറുകയിലേക്കുള്ള ചെറിയ ദൂരമാണ്. അവിടെ പല സ്റ്റേഷനിൽ 3 സ്ഥലങ്ങളിൽ കർത്താവ് വീഴുന്നുണ്ട്. ഭാരം സഹിക്കാൻ വയ്യാതെ ഈ നടക്കുന്ന യാതന സഹിക്കാൻ വേണ്ടി വീഴാൻ പോകുമ്പോൾ ഒരിടത്ത് ഒരു സ്റ്റേഷനിൽ വെറോണിക്ക വിയർപ്പ് തുടയ്ക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ എന്നേക്കാളും നിങ്ങൾക്കറിയാം. വെറോണിക്ക വിയർപ്പ് തുടയ്ക്കാൻ നിൽക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ വയാ ഡൊളോറസിൻ്റെ ആദ്യ ഘട്ടത്തിലെ ഒരു കഥ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും. ഞാൻ ഈ പിലാത്തസ് കുരിശ് മരണം വിധിക്കുന്ന ആ ഒരു വേളയിൽ ഞാൻ സത്യം പറഞ്ഞാൽ എന്താ പറയണ്ടത് എനിക്ക് പറയാനറിയില്ല. എൻ്റെ രോമകൂപങ്ങളിലൂടെ രക്തമാണ് സുഹൃത്തുക്കളെ വന്നത്. അത്രത്തോളം ഞാൻ കരഞ്ഞുപോയി. കാരണം വെച്ചാൽ ഞാൻ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, മനുഷ്യരാശിക്ക് വേണ്ടി ആത്മത്യാഗം സഹിച്ച ഒരു യുഗപുരുഷൻ ഈ വേദന അനുഭവിക്കണമായിരുന്നോ, ഈ നീതികേട് അനുഭവിക്കണമായിരുന്നോ എന്ന് ഉള്ളൊരു ആശങ്കയിൽ എൻ്റെ ഈ ഓരോ രോമകൂപങ്ങളിലൂടെ വന്നത് എൻ്റെ കണ്ണുനീരല്ല, രക്തമായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ എന്നിട്ട് എന്താ പറയേണ്ടത്, അതിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ആത്മീയ അനുഭവമായിട്ട് ഞാൻ ഏറ്റെടുക്കുകയാണ്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അവസാനം നിങ്ങൾക്കറിയാം, ഈ മോശ മരിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന മൗണ്ട് ടാബറിൻ്റെ പരിസരത്ത് നിന്ന്, ദാറ്റ് ഈസ് എ പ്രോമിസ് ലാൻഡ് ബട്ട് ഐ വിൽ നോട്ട് ലെറ്റ് യു ദെയർ എന്ന് പറഞ്ഞ പിതാവിൻ്റെ വാക്കുകളൊക്കെ സ്മരിച്ച് അവിടുന്ന് ഞാൻ വിമാനം കയറുകയാണ്. 35,000 അടി ഞാൻ കുവൈറ്റിലേക്ക് പറക്കുകയാണ്. കുവൈറ്റിലേക്ക് പറക്കുന്ന വേളയിൽ 35,000 അടി ആകാശമധ്യത്തിൽ വെച്ച് എന്നെ ഈ ബൈബിളിൻ്റെ ചില സന്ദർഭങ്ങൾ എന്നെ പറഞ്ഞു തരുവാനായിട്ട് സഹായിച്ച ഒരു പത്തനാപുരം കാര്യമുണ്ടായിരുന്നു, ഒരു വിൻസി എന്ന് പറഞ്ഞിട്ട്. വിൻസി എൻ്റെ അടുത്തിരുന്നിട്ട് ഞാൻ ഈ
യാത്ര ഇനി രണ്ടാമത് വരാൻ കഴിയില്ലല്ലോ എന്നുള്ള വ്യഗ്രതയിൽ ഞാൻ യാത്രയെ എൻ്റെ മനസ്സിനകത്ത് എറ്റേണലൈസ് ചെയ്യുക എന്നുള്ളൊരു വാക്കാണ്. എറ്റേണലൈസ് ചെയ്യാനായിട്ട് ഓരോ സന്ദർഭവും എറ്റേണലൈസ് ചെയ്യാനായിട്ട് ഞാനിങ്ങനെ ഈ ബൈബിളിൻ്റെ പല സന്ദർഭങ്ങളും രണ്ടാമത് വായിച്ചെടുക്കുകയാണ്. ഞാൻ പോയ സ്ഥലകാലം ഒന്നുകൂടി രേഖപ്പെടുത്താനായിട്ട് വായിച്ചെടുക്കുമ്പോൾ എന്നോട് വിൻസി പറഞ്ഞു, ശങ്കർ, നമ്മൾ ഈ യാത്രയിൽ പരിചയപ്പെട്ട രണ്ട് വ്യക്തികളാണ്, എനിക്കൊരു ലക്ഷണം നോക്കണം, നിങ്ങൾ ഈ ബൈബിൾ എടുത്തും തുറന്ന് ലക്ഷണം നോക്കാമോ എന്ന് ചോദിച്ചു. ലക്ഷണം നോക്കിയപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, 35,000 അടി മുകളിൽ ലക്ഷണം നോക്കിയപ്പോൾ ബൈബിളിൽ കണ്ടത് എൻ്റെ സ്വന്തം പേരാണ്. ശങ്കർ ഒരു ഹിന്ദു നാമമാണല്ലോ, അത് തന്നെയാണ് ബൈബിളിലുള്ളത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അറിയാത്തവർ നിങ്ങൾ രണ്ടാമത് നിങ്ങളുടെ കയ്യിലുള്ള ബൈബിളിൽ നോക്കിയാൽ അറിയാം. ജഡ്ജസ് 3 എന്ന് പറഞ്ഞ ഒരു ഖണ്ഡത്തിൻ്റെ അവസാനത്തെ പാരഗ്രാഫിൽ ഈ സ്പെൽ ലിറ്റിൽ ഡിഫറെൻറ്റ്, SHANKAR അല്ല, അതിനൊരു SHAMGAR എന്ന് പറഞ്ഞ രക്ഷകനായിട്ടുള്ള ഒരാളുടെ പേരാണ് ശങ്കർ എന്നുള്ളത്. ഞാൻ തിരിച്ചറിയുന്നത് ഈ ബൈബിൾ യാത്ര കഴിഞ്ഞിട്ടാണെന്ന് ഞാൻ ഓർത്തെടുക്കുന്നുണ്ട്. ഞാൻ ഈ പുൽക്കൂടുകൾ പണിയുക എന്നുള്ളതാണ് ഇന്നത്തെ ക്രിസ്മസ് സന്ദേശം. എൻ്റെ ജീവിതം മുഴുവൻ ഈ പുൽക്കൂടുകൾ പണിയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. നിസ്വരുടെയും ഇല്ലാത്തവൻ്റെയും വയ്യാത്തവരുടെയും വർത്തകനും നർത്തകനുമൊക്കെ കൂടെ നടന്ന ഒരാളാണ് കർത്താവ് പാവപ്പെട്ടവൻ്റേതായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കർത്താവിനോടുള്ള സേവനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പുൽക്കൂട് പണിയുക എന്ന് പറയുന്നത് ഒരാലയമാണ് സുഹൃത്തുക്കളെ. പുൽക്കൂട് ഒരു പ്രതീകം മാത്രമാണ്. നന്മയുടെ ലാളിത്യത്തിൻ്റെ വലിയൊരു പ്രതീകമാണ് ഈ പുൽക്കൂട് എന്ന് പറയുന്നത്. പുൽക്കൂട് പണിയുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ വർത്തമാനകാലത്തെ പ്രസക്തി പറയേണ്ട കാര്യമില്ല. നമ്മൾ കൈപിടിക്കണം. ഒരുപാട് പേർ ലോകത്ത് ഇല്ലാത്തവരും വയ്യാത്തവരും ഉള്ളപ്പോൾ കാരുണ്യത്തിൻ്റെ മഹാപ്രവാഹം അത് നമ്മൾ ഏറ്റെടുക്കണം. ഒരു വിശ്വാസി സമൂഹം എന്നുള്ള രീതിയിൽ മറ്റെല്ലാ കാലത്തിനേക്കാളും നമ്മൾ വേർതിരിഞ്ഞു പോവുകയാണ്. ഇല്ലാത്തവരും വയ്യാത്തവരും ഒക്കെ ജീവിതത്തിൻ്റെ പുറമ്പോക്കുകളിലേക്ക് മാറി താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് അവരെ നമുക്ക് ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്ന വഴി കർത്താവിനോട് ഏറ്റവും വലിയൊരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കുകയാണ്. ക്രിസ്മസ് ആഘോഷരാവാണ്, അതിൻ്റെ യാതൊരു സംശയമില്ല. തിരുപ്പിറവി ആഘോഷിക്കുന്നതാണല്ലോ. പക്ഷേ അതിനേക്കാൾ അപ്പുറം ക്രിസ്മസ് ഈ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിച്ച് സ്വന്തം ജീവിതത്തിലൂടെ മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് പറഞ്ഞ പോലെ സ്വന്തം ജീവിതത്തിലൂടെ പഠിപ്പിച്ചിട്ടുള്ള ആത്മത്യാഗത്തിൻ്റെ മഹാസന്ദേശം എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്? സ്നേഹഭരിതമായിട്ടുള്ള പുൽക്കൂടുകൾ. ഇതിനേക്കാളും മനോഹര പ്രതീകമേതുണ്ട്? ഒരു കാലിത്തൊഴുത്ത്. ഞാൻ അച്ഛനോട് സംസാരിക്കും. കാലിത്തൊഴുത്ത് എന്ന് പറയുന്നത് നന്മയുടെ ലാളിത്യത്തിൻ്റെ പ്രതീകമാണ്. പുൽത്തൊട്ടിൽ എന്തുകൊണ്ടാണ് യേശു പിറക്കുവാനായിട്ട് ഇടയായത്? ഒരു സത്രത്തിൻ്റെ ഒരു മുറിയുടെ സുരക്ഷിതത്വമില്ലാത്തത് കൊണ്ടാണ് ഒരു പുൽക്കൂട്ടിൽ പിറക്കുവാനായിട്ട് ദൈവം ഈ കർത്താവിനെ ആ പുൽക്കൂട്ടിൽ പിറക്കാനായിട്ടാണ്. ആ പുൽക്കൂട് നമ്മൾ ഏറ്റെടുക്കുക, ആ മനസ്സിലുള്ള പുൽക്കൂടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ പുൽക്കൂട് ഏറ്റെടുക്കുന്ന വഴി വലിയൊരു സാമൂഹ്യ ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിയൊരു സാമൂഹ്യ സന്ദേശമാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. ഒരു ചെറിയ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഈ ശ്രീലങ്കയിൽ ലോക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത വലിയൊരു സാമൂഹ്യ ഒരു സോഷ്യൽ ഹൗസിംഗ് പ്രോജക്റ്റ് ഏറ്റെടുക്കുകയുണ്ട്. 95,000 വീടുകളുടെ ഒരു വലിയ സോഷ്യൽ ഹൗസിംഗ് പ്രോജക്റ്റ് ആയിരുന്നു. ഈ സിവിൽ വാർ കൊണ്ട് ഛിന്ന ഭിന്നമായി പോയിട്ടുള്ള ശ്രീലങ്കയിൽ 95,000 വീടുകളുടെ ഒരു ഭവന നിർമ്മാണ പദ്ധതി ഏറ്റെടുക്കുന്ന ഒരു വേളയിൽ ഞാൻ അപ്പോഴും നടക്കുകയാണ്. ശ്രീലങ്ക മുഴുവൻ നടക്കുകയാണ്. എവിടെയും ഈ ദൈന്യതയുടെ ഈ ദുരിതത്തിൻ്റെ മഹാസമുദ്രങ്ങൾ എന്നോട് ഒരു ദിവസം പറഞ്ഞു, യു ഹാവ് ടു ഗോ ടു എ പ്ലേസ് കോൾഡ് പൂന്തോട്ടം. പൂന്തോട്ടം നമ്മുടെയൊക്കെ ഭാഷയിൽ വെറിറ്റബിൾ ഗാർഡൻ അല്ലേ, പൂക്കളുള്ള ചിരിക്കുന്ന മുഖങ്ങൾ. ഞാൻ അവിടെ ചിരിക്കുന്ന മുഖം കാണുന്നില്ല. അത് കംപ്ലീറ്റ് ആളുകൾ അവിടെ, പ്രത്യേകിച്ച് തമിഴ് വംശജർ, അച്ഛനെ നഷ്ടപ്പെട്ടവർ, അമ്മയെ നഷ്ടപ്പെട്ടവർ, കൈകാലം നഷ്ടപ്പെട്ടവർ, എല്ലാം നഷ്ടപ്പെട്ടവരുടെ ഒരു മഹാസമുദ്രത്തിൽ ഞാൻ ഒരു ദിവസം എന്നോട് പറയാണ്, യു ഹാവ് ടു ഗോ ടു എ പ്ലേസ് കോൾ പൂന്തോട്ടം. എൻ്റെ മനസ്സിനകത്തുനിന്ന് പൂക്കൾ വിരിഞ്ഞിരുന്നു. മനസ്സിൽ ഇന്നൊരു പൂ വിരിയുന്നു, പേരിടാൻ അറിയില്ല എന്നല്ലേ പറയുന്നത്. ഞാൻ ആ പൂക്കൾ ഉള്ള ഒരു സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ ആയിരക്കണക്കിന് പൈപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഫേബിൾ വായിച്ചിട്ടുള്ളവർക്കറിയാം. പൈപ്പർ എന്ന് പറയുന്ന ഒരാൾ വരുമ്പം ആ കുഴലൂത്തുകാരൻ ആ തെരുവീതിയിൽ കൂടെ നടക്കും. ആ നഗരത്തിലെ മുഴുവൻ എലികൾ കൂടെ നടന്ന കഥ നമുക്കറിയാം. പൈപ്പർ ഞാൻ ചെല്ലുമ്പോൾ അവർക്കറിയില്ല വീട് തരുന്ന ഞാനാണ്, ഭാരത സർക്കാരല്ല, വീട് തരുന്ന ഞാനാണെന്നുള്ള വ്യക്തതയിൽ
അവരെല്ലാവരും ഓടി വരികയാണ്. മഴ പെയ്യുകയാണ്, ജാനുവരി മാസം. ആ മഴയത്ത് തറയിൽ അവരിരുന്ന് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്നോട് പറഞ്ഞാലേ എനിക്ക് ചെയ്യാനൊക്കെ ഉള്ളൂ എന്ന്. അങ്ങനെ വലിയൊരു ജനസമൂഹം അവർ തറയിലിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഇങ്ങനത്തെ ഒരു പ്രക്രിയ നടക്കുമ്പോൾ ഞാൻ ഒരിക്കലും സ്റ്റേജിൽ നിന്ന് സംസാരിക്കാറില്ല. ഏറ്റവും പാവപ്പെട്ടവർക്ക് പറയാനുള്ളത് കാണും, അവരുടെ ജീവിത സാഹചര്യങ്ങളെ പറ്റി പറയാനുള്ളത് കാണും. അത് കേൾക്കുവാനായിട്ടാണ് എന്നെപ്പോലുള്ള ആർക്കിടെക്റ്റുമാരെ ദൈവം നിയോഗിച്ചിരിക്കുന്നത് എനിക്കറിയാം. അപ്പോൾ ഞാനിങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പട്ടാളക്കാർ കടന്നു വന്നു. ഗവൺമെൻറ് ഡയലോഗ്, നിങ്ങളിവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. തോക്കിനെ ഭയമല്ലേ, തോക്കുധാരികളാണോ? അപ്പോൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പോകാനായിട്ട് പിരിയാൻ തുടങ്ങി. ഒരു കൊച്ചു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഷർട്ട്, ഇതുപോലത്തെ നീളമുള്ള ഷർട്ട് പിടിച്ച് ഒരു കൊച്ചു പെൺകുട്ടി, ഒരു തമിഴ് പെൺകുട്ടി, എൻ്റെ കൊച്ചുമകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, മാമ, എനിക്ക് തമിഴ് അറിയില്ല, മാമൻ്റെ മാമിക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് മുല്ലപ്പൂ മാലയുടെ ഒരു കഷ്ണം എൻ്റെ കൊണ്ട് തരികയാണ്. അപ്പോൾ ആ കുട്ടി തിരിച്ചറിയുന്നില്ല ഞാൻ ഇന്ത്യയിൽ നിന്ന് വരികയാണ്, ശ്രീലങ്കയിലാണ്, ജാഫ്ന എന്ന് പറയുന്ന സ്ഥലത്ത്. മാമൻ്റെ മാമിക്കിരിക്കട്ടെ, എൻ്റെ ഭാര്യയ്ക്കുള്ള ഒരു മുല്ലപ്പൂ, ഏതോ ഒരു പടത്തിൽ നിന്ന് പറിച്ചെടുത്ത ഒരു മുല്ലപ്പൂ മാലയുടെ കഷ്ണമാണ്. എന്നെ കൈ തന്നിട്ട് പറഞ്ഞു, എനിക്കറിയാം ഈ കുട്ടിക്ക് എന്തോ എന്നോട് പറയാനുണ്ട്. ഞാൻ സാധാരണ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് എന്നുള്ള രീതിയിൽ, പ്രമേഹ രോഗി എന്നുള്ള രീതിയിൽ എപ്പോഴും എൻ്റെ പോക്കറ്റിനകത്തൊരു മുട്ടായി കരുതും. അന്ന് ഞാൻ തപ്പി നോക്കി, മുട്ടായി പോലും ഈ കുട്ടി കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു, സാരമില്ലായി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ മുഖം ഞാൻ ഓർത്തെടുക്കുന്നത്. ആ കുട്ടി എന്നോട് പറഞ്ഞു, മോൾക്ക് എന്തോ പറയാനുണ്ട്, അതുകൊണ്ടാണ് ഈ മുല്ലപ്പൂ മാലയും കൊണ്ടുവന്ന് ഒരു കൈക്കൂലി പോലെ മുല്ലപ്പൂ. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്നോട് പറഞ്ഞു മാമ, എനിക്ക് എന്തെങ്കിലും ഒരു വീട് വയ്ക്കുമ്പോൾ എൻ്റെ ബൊമ്മകൾ വയ്ക്കാൻ, എൻ്റെ പാവക്കുട്ടികൾ വയ്ക്കാൻ ഒരിടം തരുമോ എന്നാണ് പരിമിതമായ ചോദ്യത്തിലൂടെ ഈ കുട്ടി എന്നോട് ചോദിച്ചത്. എൻ്റെ വിശ്വാസി സമൂഹത്തിനോട് എനിക്ക് പറയാനുള്ള ഇതാണ്, ആ കുട്ടിയുടെ പരിമിതമായ ആവശ്യം, ഈ ഒരു സെറ്റിൽമെൻറ്റ് കോളനിയിൽ വളർന്ന കുട്ടിയുടെ പരിമിതമായ ആവശ്യം, ആ കുട്ടി കൊടുക്കുന്ന പാവകളും ബൊമ്മകളും മറ്റാരും എടുത്തുകൊണ്ട് പോകുന്നു, അത് സുരക്ഷിതമായി വയ്ക്കാൻ ഇടമില്ലാത്ത ഒരു കുഞ്ഞിൻ്റെ വേദന, അതിനെ നമ്മളെ, ആ വേദന നമ്മൾ ചെലുപ്പിച്ച് നിർത്തുകയാണെങ്കിൽ, ഞാൻ പറയട്ടെ, ലൈറ്റ് എൻറ്റേഴ്സ് ത്രൂ യുവർ വൂൺസ് എന്ന് പറഞ്ഞ പൗലോ കൊയ്ലോയുടെ വചനം, ആ നമ്മുടെ മുറിവുകളിലൂടെയാണ് നമ്മൾ പ്രകാശം വരുത്തുന്നത്. ആ പ്രകാശം നിങ്ങളുടെ ജീവിതത്തിലൂടെയൊക്കെ കഠിനമായ യാതനകളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുടെ കൂടെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വലിയൊരു ലോകം സൃഷ്ടിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കർത്താവിനോടുള്ള സമർപ്പണം അത് തന്നെയാണ് എന്ന് ഞാൻ കരുതുന്നു. ഇത് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. നമുക്ക് സ്നേഹഭരിതമായിട്ടുള്ള പുൽക്കൂടുകൾ പണിയാം, ഒന്നിച്ച് നിങ്ങളുടെ കൂടെ.